ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശവും എഴുത്തും എന്ന പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചോദ്യമാണ്. നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടങ്ങൾ വനദേവതയുടെയും ഘോഷയാത്രയിൽ പച്ചക്കുടകൾ പോലെ കാണുവാനുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന CV രാമൻപിള്ളയുടെ നോവലിലെ ഒരു ഭാഗമാണത്. ഇനി അടുത്തുള്ളത് തെക്കേ അറ്റത്ത് തേട്ടിക്കുന്ന്, വടക്ക് ചെറുകുന്ന്. തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും മധ്യത്ത് പുല്ലാനിക്കുന്ന്. നമുക്കറിയാം, നമ്മുടെ പാഠഭാഗത്തിൽ നിന്നുള്ളൊരു ഭാഗവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദൃശ്യാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ ഈ വാക്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? വർണ്ണനകളിലെ ഔചിത്യം കണ്ടെത്തി വിശദമാക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. ഈ വാക്യത്തിലൂടെ വായനക്കാരുടെ മനസ്സിൽ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ എഴുത്തുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെടുതായി വളർന്നു നിൽക്കുന്ന കരിമ്പനക്കൂട്ടം എന്ന പ്രയോഗം പനയുടെ ഉയരത്തെയാണ് സൂചിപ്പിക്കുന്നത്. വനദേവതയുടെ എഴുന്നള്ളപ്പിന് പച്ചക്കുടകൾ പിടിച്ചതുപോലെയാണ് കരിമ്പനയുടെ നിൽപ്പിനെ എഴുത്തുകാരൻ വർണ്ണിക്കുന്നത്. ഇത്തരം സാദൃശ്യ കൽപ്പനകൾ കരിമ്പനയ്ക്ക് ദൈവീകമായ പരിവേഷം നൽകുന്നു. പച്ചക്കുടയുടെ കീഴെ എഴുന്നള്ളുന്ന ദേവതയും ഘോഷയാത്രയും വായനക്കാരൻ്റെ മനസ്സിൽ ദൃശ്യത്തിൽ എന്ന പോലെ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. തൻ്റെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയെ ഒരു ചിത്രത്തിൽ എന്ന പോലെ വായനക്കാരുടെ മനസ്സിലേക്ക് പകർന്നു നൽകുകയാണ് എഴുത്തുകാരൻ. തേട്ടിക്കുന്നിൻ്റെയും ചെറുകുന്നിൻ്റെയും പുല്ലാനിക്കുന്നിൻ്റെയും സ്ഥാനത്തെക്കുറിച്ചും അവയുടെ ഒത്തുചേരലിൻ്റെ ദൃശ്യ മനോഹാരിതയെക്കുറിച്ചുമാണ് ലളിതമായ ഭാഷയിൽ കോവലൻ തട്ടകത്തിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്.